ഇന്നലെ സണ്ണി ഡയറക്റ്റ് ചെയ്ത് ആകെ ചളമാക്കി. എന്റെ സ്ക്രിപ്റ്റ് മുഴുവനും നശിപ്പിച്ചു. ആഹാ, നശിപ്പിച്ചോ? നശിപ്പിക്കാൻ അതിൽ എന്താ ഉള്ളത്? MTയുടെയും പത്മരാജന്റെയും പോലുള്ള ഉഗ്രൻ സ്ക്രിപ്റ്റ് അല്ലയോ അത്? കളിയാക്കണ്ട. എന്താ ഞാനൊരു പെണ്ണാണെന്ന് എഴുതി സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കാൻ അറിയില്ലെന്ന് എന്റെ വിചാരം? അതിന് നിനക്ക് സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കാനല്ലോ, വഴക്കുണ്ടാക്കാനല്ലേ അറിയൂ. ഓ, പറയണോളൊരു പാവം. അതെ, ഉറങ്ങുമ്പോ ഞാൻ പഞ്ച പാവാണെന്ന് അമ്മച്ച് പറയാറ്. അതെന്താ അങ്ങനെ? അതെ, മണ്ടന്മാർക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത. ഓ, അതുകൊണ്ടല്ലേ അതേ കാറ്റഗറിയിലുള്ള നിന്നെ ഞാൻ കൂടെ കൂട്ടിയത്. ഒരു വാക്കിന് വിട്ടരുത് കേട്ടോ. ആ, എന്നോടല്ലേ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂ? മാത്തച്ചായനെ കണ്ടപ്പോ ഈ ആള് നാക്കൊക്കെ എവിടെയാ പോയേ? പോയതല്ലോ, മാത്തച്ചായൻ കൊണ്ടുപോയതല്ലേ മിനിസ്റ്ററെ കാണാൻ. എന്നാ കണ്ടോ? അതുമില്ല. അവസാനം വെള്ളക്കടലാസ് ഒപ്പിടിച്ച് വാങ്ങിക്കുകയും ചെയ്തു. ജോലിക്കാര്യത്തിനെ 25ാമത്തെ തവണ ഞാൻ ഈ പണി ചെയ്യുന്നത്. ഏത് പണി? ഈ ഒപ്പിട്ട് കൊടുക്കല്. ഓ, മാത്തച്ചായൻ പറഞ്ഞിട്ടല്ലേ, സാരമില്ല. ഒടുക്ക ഒന്നും കിട്ടിയില്ലെങ്കിൽ മാത്തച്ചായൻ എന്നെ പിടിച്ച് മന്ത്രിയെങ്കിലും ആക്കും. ആ, ബുദ്ധി കുറവായതുകൊണ്ട് നിനക്ക് ആ ചാൻസ് എങ്കിലും ഉണ്ട്. എനിക്കതും പറ്റില്ലല്ലോ. കൊല്ലുന്നില്ല ഞാൻ. ആ, എന്തേലും ഒന്ന് ശരിയാകട്ടെ, എന്നിട്ട് വേണം അങ്കിളിനെ ആന്റിയെ കണ്ട് ഒഫീഷ്യലായിട്ട് പെണ്ണ് ചോദിക്കാൻ. ആഹാ, അപ്പൊ നിങ്ങൾ നിശ്ചയിച്ചു? കെട്ടാൻ പോണ പെണ്ണിന്റെ സമ്മതം വേണ്ടായിരിക്കും. അത് ചോദിച്ചു വാങ്ങിയിട്ടുണ്ടല്ലോ നേരത്തെ. എന്താ, വാക്ക് പിൻവലിക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? നീ പിന്മാറിയില്ലെങ്കിൽ ഞാനും പിന്മാറില്ല. പോരെ? മതി. എന്നാലും എന്റെ പെയിന്ററങ്ങളെ എങ്ങനെയാ ഒന്ന് കയ്യിലെടുക്കുക? ആ, അതിനൊരു ഒറ്റ വഴിയുള്ളൂ. പപ്പയുടെ പെയിന്റിംഗ് എക്സിബിഷൻ ഒന്ന് ഉഷാറാക്കി കൊടുക്കുക. എത്ര നിർബന്ധിച്ചിട്ടാ പപ്പ ഇതിനൊന്ന് സമ്മതിച്ചെന്നറിയോ? എന്താ അതിന്റെ പ്ലാനിങ്? ഡൽഹിയിൽ നിന്ന് പപ്പയുടെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. പുള്ളിയാവും ഇനോഗ്രേഷൻ. ഏതൊരു TV ചാനലിന്റെ MD. ആ, എന്നാ വിട്ടോ വണ്ടി. Best of luck. Thank you. I need it now. Well. ഹാപ്പി ആയില്ലേ? ഡൽഹിയിലെ ജോലി കളഞ്ഞത് അബദ്ധമായി പോയെന്ന് തോന്നുന്നുണ്ടോ തനിക്ക്? ഒരബദ്ധവും ഇല്ല. ചിത്രകാരന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു തോന്നിയപ്പോ കളഞ്ഞതാ അത്. ഇവിടെ ഒരു വിഷമേ ഉള്ളൂ, പെയിന്റിങ്സിന് മാർക്കറ്റ് കുറവാ. ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിനുള്ള അവസ്ഥയിലുമല്ല ഞാൻ. ഐ മീൻ ഫിനാൻഷ്യലി. കുറെ പെയിന്റിങ്സ് ഞാൻ വാങ്ങുന്നുണ്ട്, പറഞ്ഞില്ലേ, റോയൽ ടിവിയുടെ ഓഫീസിലേക്ക്. താങ്ക്സ്. ആ സാറ്റലൈറ്റ് ചാനൽ ആകെ ഒന്ന് അഴിച്ച് പണിഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ. ആ, അത് പറഞ്ഞപ്പോഴാ പ്രോഗ്രാം സൈഡിൽ ഒരു വേക്കൻസി ഉണ്ട്. മായ ജേർണലിസം കഴിഞ്ഞ് നിൽക്കുകയാണെന്നല്ലേ പറഞ്ഞത്? ഞാൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്ത് നോക്കാം മായയ്ക്ക് ഒരു ജോലിയുടെ കാര്യം. ഞാനിത് എങ്ങനെയാ തന്നോട് പറയണതെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. സീൻ 1. ഡേ എക്സ്റ്റീരിയർ. പൂരപ്പറമ്പിൽ കൃഷ്ണപിള്ളയുടെ വീട്. ചാണകക്കുഴി. ചാണകമിടുന്ന പൂരപ്പറമ്പിൽ കൃഷ്ണപിള്ള. അയ്യേ, കൃഷ്ണപിള്ള ചാണകമാണോടാ ഇടുന്നേ? ആരാടാ ഈ സ്ക്രിപ്റ്റ് എഴുതിയത്? മായ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ മായനെ കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിക്കേണ്ടത്. ഇതൊന്നും പെണ്ണുക്ക് പറഞ്ഞേക്കുന്ന പണിയല്ല. എന്താണ് സ്ക്രിപ്റ്റിന് കുഴപ്പം? എന്താ കുഴപ്പം ഇല്ലാത്തത്? ആത്മാർത്ഥമായിട്ട് ചാണകത്തെ സ്നേഹിച്ച ഒരാളെ കഥയില്ലേ ഇത്? ആ ചാണകക്കാരന്റെ ആത്മസംഘർഷം എത്ര മനോഹരമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. എന്തായാലും നീ ഉണ്ടാക്കുന്നതിനേക്കാൾ നന്നായിട്ട് മായ എഴുതിയിട്ടുണ്ട്. വഴക്ക് വേണ്ട, ചെക്ക് ഞാൻ ഒപ്പിടാം. പേന. എന്താ പച്ച ഒപ്പിടുന്നില്ലേ? അതല്ല, ആ പൂരപ്പറമ്പ് കൃഷ്ണപിള്ള എന്ന കഥാപാത്രമില്ലേ, ആ ചാണകക്കാരൻ ആരാ വേഷം ചെയ്യുന്നേ? അത് തീരുമാനിച്ചിട്ടില്ല. എന്നാൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട് ഈ ചെക്കിന്റെ ഒപ്പം. എന്നതാ പച്ച? ആ വേഷം ഞാൻ തന്നെ ചെയ്തോളാം. അയ്യോ, എന്താടാ? അല്ല, 60 വയസ്സുള്ള ഒരു തെണ്ടിയുടെ വേഷം ഇതിലുണ്ട്. അതുപോരെ? കഴിഞ്ഞ സീരിയലിൽ ഒരു തെണ്ടിയുടെ വേഷമല്ലേ എനിക്ക് തന്നത്? പോരാത്തതിന് അതിലൊരു വരി ഡയലോഗ് പോലും ഉണ്ടായില്ല. എന്തായാലും ആ കേട് ഞാൻ ഇതിൽ തീർക്കും. അതുകൊണ്ട് ഈ വേഷം ഞാൻ തന്നെ ചെയ്യും. എന്തു പറയണു? രക്ഷപ്പെട്ടോ മാത്തച്ചായന? അയ്യോ, സ്ക്രിപ്റ്റ് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കണം. സജി, സജി,
ഇവനോട് പോയി. രവി, ഡാ രവി. സജി, സജി, പോവല്ലേ? ആ സജി, നീ എന്താടാ നിന്ന് അണയ്ക്കുന്നേ? ഹലോ, ഇച്ചായും വിളിക്കുന്ന കേട്ട് ഓടിയതുകൊണ്ടാ. അല്ല അപ്പച്ചാ, ആ യവനെ വിളിച്ചേനെ അപ്പച്ചൻ എന്തിനാ കൂടെ ഓടിയേ? അത് വെറുതെ ഒരു കമ്പനിക്ക്, അത്രേ ഉള്ളൂ. കമ്പനിക്കോ? അപ്പച്ചൻ എന്തോ ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. അത് നിന്റെ അപ്പനായതുകൊണ്ട് തോന്നണം, അല്ല ഒന്നുമില്ല. അതെ, എനിക്കറിയാം. ഈ ഇടയായിട്ട് അപ്പൻ അഭിനയിക്കാനും പഠിച്ചു തുടങ്ങിയല്ലേ? ഓ, നിനക്ക് തോന്നി തുടങ്ങിയോ എന്ത് ഞാൻ അഭിനയിക്കുന്നു? ഓ, ദേ രാവിലെ തന്നെ മനുഷ്യന്റെ ക്ഷമ പരിശോധിക്കരുത്. എവനെങ്കിലും നന്നാവാനുള്ള ഒരു വഴിയുമായിട്ടാ ഞാൻ വന്നേ. എടാ ഇത് തന്നെ. അതൊരു കവറ്. എടാ കവറിനകത്ത് എന്തായിരിക്കും? ഇച്ചായനും അറിയില്ല, എനിക്ക് എങ്ങനെ അറിയാം? എന്നാൽ ഇതിനകത്ത് ഒരു ജോലിയാ, ഇന്റർവ്യൂവിനുള്ള കാൾ ലെറ്റർ. എവിടെ ഇച്ചായ? ആ, അത് കിട്ടുമ്പോ അറിഞ്ഞാ മതി. അതെന്തിനായ? എവിടാന്ന് പറഞ്ഞ ഇപ്പൊ എന്തോ സംഭവിക്കാനോ? നീ ചെന്ന് നിന്റെ കൂട്ടുകാര് പെറുക്കിയോട് പറയും, പിന്നെ അവന്മാരും കൂടെ തള്ളും. എന്തിനാടാ അതിനൊക്കെ പോകുന്നത്? തൽക്കാലം അവന്റെയൊക്കെ കണ്ണി പൊടി ഇടുന്നതാ നല്ലത്. ഇപ്പൊ തന്നെ അവന്മാർക്ക് ഇത്രയും കിട്ടിയ സ്ഥിതിക്ക് ഇനി കണ്ണിലും കൂടെ പൊടിയിടുന്ന കഷ്ടമല്ലേ? നീ സംസാരിക്കാതെ വേഗം പോയി ഡ്രസ് മാറ്. പോണ വഴിക്ക് വീട്ടിലും കയറണം. അപ്പൊ എവിടാന്ന് പറയില്ല? പറയില്ല. പറയില്ലേ? പറയില്ല. ഇല്ല? ഇല്ല. ഇല്ല, വേണ്ട പോ. ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. പിന്നെ നിന്റെ പപ്പയെ കാണുമ്പോ നാവറങ്ങി പോരുത്. ചോദിക്കണ്ടല്ല, നേരിട്ട് ചോദിച്ചാ മതി. ആ ചേച്ചി, ആ നീ പപ്പയെന്ന് വിളിക്ക്. പപ്പയുടെ ഇല്ല, അത്യാവശ്യമായിട്ട് പുറത്തു പോയിരിക്കാ. എന്താ ചേച്ചി? ആ ഇച്ചായന് പപ്പയെ കണ്ട് എന്താ സീരിയസ് മാറ്റർ സംസാരിക്കാനുണ്ടെന്ന്. യോ, ചേട്ടനത് എന്ത് പറ്റി? ബാറിൽ നിന്ന് ഇറങ്ങിയപ്പോ കാല് ചെറുതായി സ്ലിപ്പായി. അപ്പൊ ചേട്ടൻ വീണ്ടും കോടതി പോകാൻ തുടങ്ങിയോ? ഇത് കോടതിയിലെ ബാറിന്നൊന്നും അല്ല, വെള്ളം അടിച്ച് ശരിക്കുള്ള ബാറിന്ന് വീണതാ. ഇടയ്ക്കിത് പതിവല്ലേ. നീ വന്നേ. കാലത്തെ വലിച്ച് കയറ്റിയതാ, ഞാനൊന്ന് ഊരി കളയട്ടെ. നീ ഇരിക്ക്. പിന്നെ മിനിസ്റ്റർ വിളിച്ചാ ഞാൻ തിരിച്ചു വിളിക്കാന്നോ? ദേ ഫോണോ മാനിയൊന്നും ഇല്ലല്ലോ. എസ് ഒന്ന് വിളിച്ചാളല്ലേ? ലോക്കലാ അച്ചായ. അച്ചായ മുറി ലോക്കലാവല്ലേ? തന്നെടാ, ഞാൻ ലോക്കലാ. ഞാൻ ലോക്കലായിട്ട് സമ്പാദിച്ച പണം കൊണ്ടാ നീ ഇരുന്ന് ഞം ഞം അടിക്കുന്നത്. ഞാൻ ഇന്നോട്ട് ലോക്കലായിരിക്കും. അല്ല മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും ആമേദ്യവും കൂട്ടിക്കുറച്ച് 4 നേരം പൃഷ്ടാംഗം വെട്ടി വിഴുകി ആസനത്തിൽ വാളും ചുരുട്ടിയിരിക്കുന്നു. നീ എന്താ സുരേഷ് ഗോപിക്ക് പഠിക്കാ? അല്ല, 6ാം ക്ലാസ്സിൽ പഠിക്ക. എങ്ങനെയുണ്ട് എന്റെ സുരേഷ് ഗോപി? നന്നായിട്ടുണ്ട്. ഞാൻ കരഞ്ഞുപോയി. ഹലോ ഹലോ ഹലോ. കട്ടായി. ആരാ? ഒരു ഫ്രണ്ട് ആടാ ചെറുക്ക. അവനോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പന്റെ അതേ പ്രകൃത, വഷള. ഇന്നലെ ടിവിയിൽ ഒരു സിനിമ കണ്ടേ പിന്നെ ചെക്കനിപ്പ് സുരേഷ് ഗോപിയാ. എപ്പോഴും ദേഷ്യവും വാശിയും. പിന്നെ ഒരു തോക്ക് വാങ്ങി കൊടുത്ത പിന്നെ അടങ്ങിയത്. വട കുളിപ്പിക്കാം. കുളിപ്പിക്കാതെ ഇല്ലാണ്ടാക്കോ? ഞാൻ ബാക്കി വന്നാ പിന്നെ കാണാം. ഹലോ മയെ, ഞാനാ സജി. എന്താ സജി? സുഖമാണോ? ആർക്കാണ് അസുഖം? അത് അസുഖം നമ്മുടെ പടിഞ്ഞാറുള്ള രാമചന്ദ്രൻ സാറിന്റെ ഇവിടെ സിറ്റി ഹോസ്പിറ്റലില്. അയ്യോ, എന്താ അസുഖം? അത് ഇവിടെ പൈൽസ്. എന്താ പൈൽസ് ഒരു അസുഖമല്ലേ? എടാ, കണ്ണി കണ്ട വൃത്തിയോട്ടവന്മാർക്ക് വരുന്ന അസുഖമല്ലടാ അത്. എന്നിട്ടെന്താ ഇച്ചായന് വരാത്തത്? ഞാൻ മന്ത്രിയുടെ ഫയൽസ് അന്വേഷിച്ച് നടക്കുമ്പോഴാ നിന്റെ ഒരു പൈൽസ്. ഹലോ, ലൈൻ കിട്ടുന്നില്ല. മോനെ ദിനേശ, ഫ്രണ്ടാണല്ലേ? എങ്ങനെ മനസ്സിലായിന്നാവും? അപ്പന്റെ ബുദ്ധിയാ എനിക്ക്. പേരെന്താ ഫ്രണ്ടിന്റെ? അത് ലൈൻ കക്ഷിയാണല്ലേ? പേരൊന്നും പറയണ്ട, വിളിച്ചോ. വിളിക്കേ, നോക്കട്ടെ. ഹലോ, അഡ്വക്കേറ്റ് സ്റ്റീഫൻ തേനിക്കടൻ. ആരാടാ, മിനിസ്റ്റർ ആണോ? അല്ല, അത് ആശുപത്രിയിൽ നിന്ന് മറ്റേ രാമചന്ദ്രൻ സാറാ. ഇതാ ഇപ്പൊ എങ്ങനെയുണ്ട് സാറേ? വേദനയൊക്കെ കുറവുണ്ടോ? ആ
ലേശം കുറവുണ്ട്. എരിവുള്ളൊന്നും കഴിക്കരുത് കേട്ടോ. അല്ല, ഇതെങ്ങനെ അറിഞ്ഞു? പുറത്ത് പറയാൻ പറ്റാത്ത കാര്യമാകുമ്പോ എല്ലാരും പെട്ടെന്ന് അറിയുമല്ലോ. അതെ, ഇന്നലെ ഇത്തിരി ഓവറായി, അതാ പറ്റിയത്. ഓവർ ആവണതിന് മുമ്പ് ഓപ്പറേഷൻ നടത്തിയത് നന്നായി. ഓപ്പറേഷനോ? എന്ത് ഓപ്പറേഷൻ? അല്ല, പൈൽസിന്. പൈൽസ് നിന്റെ അപ്പന്? രാമേന്ദ്രൻ സാറിന് പൈൽസ് എന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? സാറ് പറയുന്നത് നമ്മുടെ അപ്പനാണെന്ന്. ഇതാണ് നമ്മുടെ അപ്പന്റെ ദൂഷ്യം. ഒരു കാര്യം തുറന്നു പറയത്തില്ല. നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടോ മൂത്ത മകനായ ഞാൻ ഈ ഒരു അറിയേണ്ടത്? അതുപോട്ടെ, നീ വാ. ഇതാ പറഞ്ഞേ, അഡ്വക്കേറ്റ് സ്റ്റീഫൻ തേനിക്കാടൻ ഈ വീട്ടിൽ കാലുകുത്തിയാൽ അത്ഭുതം സംഭവിക്കുന്ന ഉറപ്പായില്ലേ? വന്നല്ലോ. നീ ഇതെവിടെയായിരുന്നു മോളെ? ലൈബ്രറി പോയതാ അമ്മേ. എന്താ എല്ലാവർക്കും വലിയ സന്തോഷം? മോളെ, ഒരു ഗ്ലാഡ് ന്യൂസ്. അന്ന് പപ്പയുടെ എക്സിബിഷൻ ഇനോഗ്രേറ്റ് ചെയ്യാൻ വന്ന BK മേനോനില്ലേ, അയാളുടെ റോയൽ ടിവിയിൽ നിനക്കൊരു ജോലി. ഉടനെ ജോയിൻ ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്തിനാ വൈകിക്കുന്നേ? നാളെ തന്നെ പോവാം. സത്യമാണ് പപ്പ. പിന്നെ ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? എന്നാ ഞാൻ ഈ കാര്യം എന്റെ ഫ്രണ്ട്സിനൊക്കെ അറിയിക്കട്ടെ. എന്നതാ മാതച്ച ഇങ്ങനെ വെരികിനെ പോലെ ഇരിക്കപ്പെടുന്നില്ല നടക്കുന്നേ? നിനക്കറിയില്ല. നിന്റെ സർട്ടിഫിക്കറ്റുകളും കാസറ്റുകളും കൊടുത്തിട്ടുണ്ടെങ്കിലും അവരെന്താണ് തീരുമാനിക്കാൻ പോണെന്ന് അറിയില്ലല്ലോ. മന്ത്രിയുടെ ഉത്തരവല്ലേ മാത്തച്ചായ? തന്നില്ലെങ്കിലേ അവന്മാരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യില്ല നമ്മള് മന്ത്രിയെ കൊണ്ട്. മിസ്റ്റർ മാത്യു ഫിലിപ്പ്, ഞാനാ ജെയിം വിളിക്കുന്നു. എടാ, ഒന്ന് പ്രാർത്ഥിക്കെങ്കിലും ചെയ്യടാ. പപ്പ വരുന്നില്ലേ? മോള് പോയി വാ, ഞാൻ ഇറങ്ങുന്നില്ല. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ പപ്പ. ഇതെന്താ ഇവിടെ? നീ എന്താ ഇവിടെ? ഞാനല്ലേ ആദ്യം ചോദിച്ചു, നീ പറ. പതുക്കെ പറ, ഇതൊരു ഓഫീസാ. ഞാനെന്ന് പറഞ്ഞില്ലേ മാത്തച്ചാൻ ഒരു കടലാസ് ഒപ്പിടിവെച്ച കാര്യം? ഇതിനായിരുന്നു മന്ത്രിയുടെ റെക്കമെൻഡേഷനിൽ എനിക്കൊരു ജോലി ഇവിടെ ഫീച്ചർ പ്രോഗ്രാമിംഗിൽ ട്രെയിനി ആയിട്ട്. ഇനി പറ, നീ എന്താ ഇവിടെ? പപ്പയുടെ പെയിന്റിംഗ് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്ത മേനോൻ സാറിന്റെ വക എനിക്ക് ഇവിടെ ഒരു ജോലി, ഫീച്ചർ പ്രോഗ്രാമിംഗിൽ തന്നെ. പക്ഷെ ജോലി കിട്ടിയ കാര്യം നീ എന്നോട് പറഞ്ഞില്ലല്ലോ. അത് പറയാനായിരുന്നു ഞാനെന്ന് മാത്തച്ചാന്റെ വീട്ടിൽ നിന്ന് വിളിച്ചത്. ഞാനാണെന്ന് മനസ്സിലാക്കിയപ്പോ നിനക്കൊന്ന് തിരിച്ചു വിളിക്കായിരുന്നു. അയ്യാ, പിന്നെ വിളിച്ചില്ലെന്നായിരിക്കും വിചാരം. ഞാൻ നിന്റെ വീട്ടിൽ ചെന്ന് നമ്പർ വാങ്ങിച്ചിട്ടാ വിളിച്ചത്. എന്നിട്ടും തന്നെ കിട്ടാഞ്ഞ? ചേട്ടനും അനിയനും കൂടി എങ്ങോട്ടോ കറങ്ങാൻ പോയതുകൊണ്ട്. അതൊന്നുമല്ല, എനിക്കറിയാം. ജോലി കിട്ടിയ കാര്യം രഹസ്യമാക്കി വെക്കാൻ ശ്രമിച്ചു നീ എന്നോട് പോലും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്ന് വെച്ചോ. ഏതായാലും നമുക്ക് രണ്ടാൾക്കും ഒരിടത്തായാലോ ജോലി. ഇനിയിപ്പൊ ആരെയും പേടിക്കണ്ട, നമുക്ക് ഇവിടെ ഇങ്ങനെ അടിച്ച് പൊളിച്ച് നടക്കാം. എന്താ നിങ്ങളുടെ പ്ലാനിങ്? ഫാമിലി പ്ലാനിങ് ഒക്കെ കല്യാണം കഴിഞ്ഞ് തീരുമാനിക്കൂ. നിന്നോട് എന്ത് ചോദിച്ചാലും ഇങ്ങനെ തർക്കുത്തരം പറയാനല്ലേ അറിയാവൂ. മായ എന്ത് പറയുന്നു? ഭാവിയിലെ കാര്യങ്ങളൊക്കെ സജിയുടെ ഇഷ്ടത്തിന് തന്നെ വിട്ടിരിക്കുക. ഭാവിയിലെ കാര്യമല്ല ചോദിച്ചത്, വായിലേക്ക് എന്തെങ്കിലും ഇടുന്ന കാര്യമാണ്. ചെലവ് അതിന് ജോലി കയ്യിൽ കിട്ടിയില്ലല്ലോ. കൂടുതലൊന്നും പറയണ്ട. അതെ, ഞങ്ങൾ അറിയിക്കാൻ നിങ്ങൾ രണ്ടിനും കൂടെ ഒപ്പിച്ച് പണിയല്ലേ. എന്നിട്ടിപ്പോ കൈ നടത്തുക. അളിയ, കൺഫർമേഷൻ പോലും ആയിട്ടില്ല. അത് മാത്രമല്ല, ഒരാളുടെ വേക്കൻസിക്ക് ഇതേ 2 പേരാ. അതിലിപ്പോ ആർക്കാ കിട്ടുക എങ്ങനെ ഉറപ്പ് പറയാനാ? ചിലപ്പോ നിങ്ങക്ക് 2 ആൾക്കും കിട്ടും ജോലി. കിട്ടിയ പോലെ തന്നെ. ഏതായാലും നിങ്ങളിൽ ഒരാൾക്ക് ജോലി ഉറപ്പാണോ? അതെ, എനിക്ക് വേണ്ട, സജിക്ക് കിട്ടട്ടെ. എനിക്കൊന്നും വേണ്ട. സീരിയലിന്റെ ലോകം വിട്ടുപോകാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. ജോലി നിനക്ക് കിട്ടിയാൽ മതി. എനിക്ക് വേണ്ട, നീ ആഗ്രഹിച്ചതല്ലേ. അപ്പൊ ഞാൻ ആഗ്രഹം മാറ്റി, നീ എടുത്തോ. എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട എനിക്ക് ജോലി വേണ്ട. ഇനി ഇതിനായിട്ടൊരു പ്രശ്നം വേണ്ട. നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടെങ്കിൽ ഞാൻ തന്നെ ജോലി ഏറ്റെടുത്തോളാം. അതെ, നിങ്ങൾ രണ്ടാളും ആർക്ക് ജോലി വേണമെന്നുള്ളതിനെ കുറിച്ച് ഇവിടെ കിടന്ന് തർക്കിച്ചോ. പക്ഷെ ജോലി സ്ഥലത്താവരുത്. നിങ്ങളുടെയും അരഞ്ചിട്ട് പ്രേമ അവരാരെങ്കിലും അറിഞ്ഞാലേ രണ്ടാളും കൂടിയുള്ള കള്ളക്കളിയാണെന്ന് വിചാരിച്ച് രണ്ടിനെങ്കിൽ പറഞ്ഞു വിടും. അതുകൊണ്ട് അവിടെ നിങ്ങൾ പരിചയഭാവം പോലും നടിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അതെ, കിട്ടിയ ചാൻസ് നഷ്ടപ്പെടുത്തരുത്. ആർക്ക് ജോലി കിട്ടിയാലും നമുക്ക് കടം വാങ്ങാൻ ഒരാളായില്ല. ഇങ്ങനെ വളവളാന്ന് വാച പഠിക്കാതെ. അതെ, അല്ല, ചെലവ് നടത്തുന്നെങ്കിൽ നടത്ത്. അത് ശമ്പളം കിട്ടിയിട്ട് നടത്താം അല്ലേ? ശമ്പളം കിട്ടിയ ശമ്പളത്തിന്റെ പാർട്ടി, ഇപ്പൊ ശമ്പളം കിട്ടാൻ പോണതിന്റെ പാർട്ടി. ഓ, ചെലവ് തീറ്റ. പൈസയല്ലേ വേണ്ടു? തൽക്കാലം ഇത് പണയം വെക്കാം.
ഏയ് എന്താടോ പറയുന്നത്? കാശില്ലാന്ന് പറഞ്ഞ അവന്മാർക്ക് മനസ്സിലാവും. എല്ലാരും ആശിച്ചിരിക്കല്ലേ, ഇനി എന്നാ ഇതുപോലെ ഒന്ന് കൂടാന്ന് പറയാൻ പറ്റില്ലല്ലോ. തൽക്കാലം ഞാൻ പറയുന്ന അനുസരിക്ക്, നമുക്ക് ശമ്പളം കിട്ടുമ്പോ തിരിച്ചെടുക്കാലോ. വാ.